ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ബിസിനസ് റെഗുലേഷൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. ഓൾറെഡി ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ എക്സംഷൻസ് ടു ദ ജനറൽ റൂൾ ഓഫ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായി ഒരു കോൺട്രാക്റ്റിലെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻ്റ് ആണ് കൺസിഡറേഷൻ എന്നല്ലേ. കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് വാലിഡ് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ചില കേസസിൽ അങ്ങനെയല്ല. എന്താണ്, കൺസിഡറേഷൻ ഇല്ലെങ്കിലും ആ ഒരു കോൺട്രാക്റ്റ് എന്തായിരിക്കും, വാലിഡ് ആയിരിക്കും. അത് ഏതൊക്കെ കേസസ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ കേസസിലാണ്? ഫസ്റ്റ് വൺ, നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. നമ്മളിപ്പോൾ റിലേറ്റീവ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ വരികയാണ്, ആ വരുന്നത് നാച്ചുറൽ ലവും അഫെക്ഷനും ഒക്കെ കാരണമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും എന്തില്ല, കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എന്തായിരിക്കണം? റിലേറ്റീവ്സ്, അത്രയും നിയർ റിലേറ്റീവ്സ് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ എന്തെങ്കിലും അത്രയും നിയർ ആയിട്ടുള്ള റിലേറ്റീവ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ അത് എന്തിൽ നിന്ന് വന്നതായിരിക്കണം? ലവിൽ നിന്നും അഫെക്ഷനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും എന്തില്ല, കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അടുത്തത്, അതായത് ആ കോൺട്രാക്റ്റ് കൺസിഡറേഷൻ ഇല്ലെങ്കിലും വാലിഡ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്ന സിറ്റുവേഷൻ, പാസ്റ്റ് വോളണ്ടറി സർവീസസ്. നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെ ആരും നിർബന്ധിക്കാതെ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ സർവീസസ് പാസ്റ്റിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവില്ല, കൺസിഡറേഷൻ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. എങ്കിലും ആ ഒരു കോൺട്രാക്റ്റ് എന്താണ്, വാലിഡ് ആണെന്നാണ് പറയുന്നത്. പാസ്റ്റ് വോളണ്ടറി സർവീസസ്. നെക്സ്റ്റ് ആണ് പ്രോമിസ് ടു പേ ടൈം ബൈ ഡെപ്റ്റ്. അതായത് നമ്മളിപ്പോൾ കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ട് ആർക്കെങ്കിലും എന്ത് ചെയ്തു, കുറച്ച് പൈസയൊക്കെ കടം കൊടുത്തു. അതൊരു ടൈം ലിമിറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ എന്ത് കിട്ടുന്നില്ല, തിരിച്ച് ആ ഒരു ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ ആ ഒരു പൈസ തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ കൂടിയും അവിടെ കൺസിഡറേഷൻ നമുക്ക് കിട്ടുന്നില്ല. എങ്കിലും ആ ഒരു കോൺട്രാക്റ്റ് എന്തായിരിക്കും, വാലിഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്, ടൈം ബൈഡ് ഡെപ്റ്റിന്. നെക്സ്റ്റ് പറയുന്നത് ഗിഫ്റ്റ് ആക്ച്വലി മെയ്ഡ്. നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി ഗിഫ്റ്റ് കൊടുത്തു, അത് ഗിഫ്റ്റായിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ അവിടെ കൺസിഡറേഷനൊന്നും തിരിച്ച് കിട്ടുന്നില്ല. എങ്കിലും ആ ഒരു കോൺട്രാക്റ്റ് എന്താണ്, ഓക്കെ ആണെന്നാണ് പറയുന്നത്. അടുത്തത്, കൺസിഡറേഷൻ ഇസ് നോട്ട് എസെൻഷ്യൽ ഇൻ ദ ക്രിയേഷൻ ഓഫ് ആൻ ഏജൻസി. നമ്മൾ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏജൻറ്റിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ നമുക്ക് എന്ത് തരുന്നില്ല, കൺസിഡറേഷൻ തരുന്നില്ല. പക്ഷേ ആ ഒരു കോൺട്രാക്റ്റ് എന്താണ്, ഓക്കെയാണ്, ആ ഒരു കോൺട്രാക്റ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ എന്തില്ല, ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻ വരുന്ന സമയത്ത് കൺസിഡറേഷൻ എന്ന് പറയുന്ന കണ്ടന്റ് ഇല്ല. പക്ഷേ എങ്കിലും അവിടെ എന്ത് വരുന്നുണ്ട്, കോൺട്രാക്റ്റ് വരുന്നുണ്ട്. എന്തിൻ്റെ കേസിൽ, ഏജൻസിയുടെ കേസിൽ. പിന്നെ പറയുന്ന കേസ് എന്ന് പറയുന്നത്, വേറെ ചാർജസ് ക്രിയേറ്റഡ് ഓൺ സം സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ തേർഡ് പാർട്ടി. ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ മേലെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ മേലെ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും കോൺട്രാക്റ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന പേഴ്സൺ ഉണ്ട്, ബി എന്ന് പറയുന്ന പേഴ്സൺ ഉണ്ട്. എ എന്ത് ചെയ്യാണ്, ബിക്ക് കുറച്ച് ലാൻഡ് കൊടുക്കുകയാണ്. ലാൻഡ് കൊടുത്തിട്ട് ബി കൺസിഡറേഷൻ വാങ്ങുന്നുണ്ടോ, ഇല്ല. പകരം ആ ഡോക്യുമെൻറ്റിൽ വെക്കുകയാണ്, സി എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്. എപ്പോഴാണോ സി മേജർ ആവുന്നത് ആ ടൈമിൽ എന്ത് ചെയ്താൽ മതി, സിക്ക് ഒരു 2 lakh rupees കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻറ്റ് വെക്കുകയാണ്. എന്നിട്ട് ആ എമൗണ്ട് എന്തിൻ്റെ മേലെയാണ് ഇമ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ മേലെയാണ് ചാർജ് ചെയ്യുന്നത്, ആ ഒരു പ്രോപ്പർട്ടിയുടെ മേലെ ചാർജ് ചെയ്തു എന്ന് വയ്ക്കുക. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടിയുടെ മേലെയാണ് എന്ത് വന്നിട്ടുള്ളത്, ചാർജ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടിക്കാണ് ബെനിഫിറ്റ് കിട്ടുന്നത് ഇങ്ങനെയുള്ള കേസസിലും. അപ്പോൾ ഇവിടെ എക്ക് പറയത്തക്ക എന്തില്ല, കൺസിഡറേഷനൊന്നും ഇല്ല. പക്ഷേ അവിടെ ആ ഒരു കോൺട്രാക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസസിലും എന്താണ്, കോൺട്രാക്റ്റ് ഉണ്ടാവും, കൺസിഡറേഷൻ ഇല്ലെങ്കിലും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും സിറ്റുവേഷൻസ്, ഒരു 6 സിറ്റുവേഷനാണ് ഈ ഒരു നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റിൻ്റെ എക്സംഷനായിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? ലവ് ആൻഡ് അഫെക്ഷൻ, പാസ്റ്റ് വോളണ്ടറി സർവീസസ്, ടൈം ബൈഡ് ഡെപ്റ്റ്, ഗിഫ്റ്റ് ആക്ച്വലി മെയ്ഡ്, അതുപോലെ തന്നെ ഏജൻസിയുടെ കേസ്, പിന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ മേലെ ക്രിയേറ്റ് ചെയ്തിട്ട്, ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ട് ബെനിഫിറ്റ് തേർഡ് പാർട്ടിക്ക് പോകുന്ന കേസ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ റൂൾസ് റിഗാർഡിങ് മൈനേഴ്സ് എഗ്രിമെൻറ്റ്. അതായത് ഒരു മൈനർ ഓരോ ടൈപ്പ് എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ മൈനർക്ക് വരുന്ന റൂൾസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ റൂൾസാണ്? ഫസ്റ്റ് വൺ,
വോയിഡ് അബ് ഇനിഷ്യോ, അതായത് ഒരു മൈനർ ആയിട്ടുള്ള എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വോയിഡ് അബ് ഇനിഷ്യോ ആണെന്നാണ് പറയുന്നത്. എന്താണ് മൈനറായിട്ട് നമ്മൾ എഗ്രിമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു ലീഗൽ റൈറ്റ്സും ഉണ്ടായിരിക്കില്ല. അതൊരു ലീഗൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ലീഗൽ റൈറ്റോ എന്ത് ചെയ്യുന്നില്ല, ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് ഫസ്റ്റ് റൂള്, വോയിഡ് അബ് ഇനിഷ്യോ. അതായത് മൈനറായിട്ടൊരു എഗ്രിമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ലീഗൽ റൈറ്റും എന്ത് ചെയ്യുന്നില്ല, ക്രിയേറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് റീസ്റ്റൂഷൻ. റീസ്റ്റൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗീവിങ് ബാക്ക് അല്ലെങ്കിൽ റീസ്റ്റോറിങ് ടു ദ ഓണർ എന്നാണ് പറയുന്നത്. അതായത് മൈനർ ഒരു വോയിഡ് കോൺട്രാക്റ്റിൽ വന്നു എന്ന് വിചാരിക്കുക, എന്നിട്ട് മൈനർ അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതായിട്ടില്ല, മൈനർ ആ ഒരു മണിയോ അല്ലെങ്കിൽ ഒന്നും തന്നെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. കാരണം അയാൾ എന്തായിരുന്നു, മൈനറായിരുന്നു. പക്ഷേ മൈനർ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും അയാളുടെ ഏജ് മറച്ചു വെച്ചുകൊണ്ട്, അതായത് അയാൾ മൈനർ അല്ല എന്നുള്ള രീതിയിൽ, മേജർ ആണെന്നുള്ള രീതിയിൽ വേറെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ട് പ്രോപ്പർട്ടിയോ മണിയോ ഒക്കെ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മൈനർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ആ ഒരു കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ആ ഒരു ഓണർക്ക് ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ മണി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, തിരിച്ച് റീസ്റ്റോർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് റീസ്റ്റൂഷൻ എന്ന് പറയുന്നത്. മൈനർ ആണെന്ന് അറിയാതെയാണ് ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ വന്നത് എന്നുണ്ടെങ്കിൽ ആ ഓണർക്ക് മൈനർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഗീവിങ് ബാക്ക് അല്ലെങ്കിൽ റീസ്റ്റോറിങ് ചെയ്യേണ്ടതായിട്ട് വരും. അതെല്ലാം മൈനർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വോയിഡ് കോൺട്രാക്റ്റിൽ വരികയാണെങ്കിൽ മൈനർ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കോമ്പൻസേഷൻ കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അതാണ് റീസ്റ്റൂഷൻ. നെക്സ്റ്റ് പറയുന്നതാണ് നോ എസ്റ്റഫൽ അഗൈൻസ്റ്റ് എ മൈനർ. അതായത് നോ എസ്റ്റഫൽ അഗൈൻസ്റ്റ് എ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മേജറാന്ന് പറഞ്ഞിട്ട് ഒരു മൈനർ എന്ത് ചെയ്യാണ്, കോൺട്രാക്റ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ മൈനോറിറ്റി കാണിച്ചിട്ട് എന്ത് ചെയ്യാം, മൈനർക്ക് ഡിഫെൻസ് ചെയ്ത് നിൽക്കാം. പക്ഷേ കോർട്ട് എപ്പോഴും മൈനറോട് എന്താ പറയുക, കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറയും, അതർ പാർട്ടീനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറയും. കാരണം മൈനർ ആണെന്നുള്ളൊരു കാര്യം കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഒരു മൈനോറിറ്റി പ്രിവിലേജ് ആയിട്ട് എടുത്തിട്ട് മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫെൻസിന് എന്ത് പറയാം, മൈനോറിറ്റി പറയാമെന്നല്ലാതെ കോമ്പൻസേഷൻ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, മൈനർ കൊടുക്കേണ്ടതായിട്ട് കോർട്ട് പറയുന്നതാണ് പറയുന്നത്. അതാണ് നോ എസ്റ്റഫൽ അഗൈൻസ്റ്റ് മൈനർ. നെക്സ്റ്റ് പറയുന്നതാണ് ഒരു മൈനർക്ക് എന്തൊക്കെ ആവാനായിട്ട് പറ്റും, പ്രോമിസി ആവാനായിട്ട് പറ്റും, ബെനിഫിഷ്യറി ആവാനായിട്ട് പറ്റും, ട്രാൻസ്ഫറി ആവാനായിട്ടൊക്കെ പറ്റും. ഓക്കെ അല്ലേ? ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയൊക്കെ ഒരു മൈനർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ബൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മൈനർക്ക് പ്രോമിസി ആവാം, ബെനിഫിഷ്യറി ആവാം, അതുപോലെ തന്നെ ട്രാൻസ്ഫറി ആവാം. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്ന ഒരു റൂളാണ് സെക്ഷൻ 68 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കണ്ടെയ്ൻ പ്രൊവിഷൻ ഫോർ ലയബിലിറ്റി ഓഫ് ഇൻകോമ്പറ്റൻറ്റ് പേഴ്സൺ ഫോർ നെസസറീസ്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുമ്പോൾ എന്താണ് പറയുന്നത്, അതായത് മൈനറിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പേഴ്സണലായിട്ട് എടുക്കില്ല. പകരം അയാളുടെ ലയബിലിറ്റി നമ്മൾ എന്തുമ്മയാണ് ലയബിൾ ആക്കുക, പ്രോപ്പർട്ടി, മൈനർക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതുമ്മയാണ് ലയബിൾ ആയിരിക്കുക കേട്ടോ. അയാൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള നെസസറീസിനൊക്കെ തന്നെയും അയാളുടെ ലയബിലിറ്റി വരിക പേഴ്സണൽ ആയിട്ടുള്ള ലയബിലിറ്റി അല്ല വരിക, പകരം അയാളുടെ പ്രോപ്പർട്ടിയുമെയാണ് എന്ത് വരുന്നത്, ലയബിലിറ്റി വരണേന്നാണ് പറയുന്നത്. അടുത്തത് മൈനർ ആസ് ആൻ ഏജൻറ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഏജൻ്റായിട്ട് മൈനറിനെ ആക്കാം. പക്ഷേ നമ്മൾ ഈ ഒരു മൈനർ ഏജൻ്റായി നിൽക്കുമ്പോൾ തന്നെ അയാൾക്ക് ഒരു ലയബിലിറ്റി ഉണ്ടായിരിക്കില്ല. ലയബിലിറ്റി എല്ലാം ഉണ്ടായിരിക്കുക ഒന്നെങ്കിൽ ആർക്കായിരിക്കും, പ്രിൻസിപ്പളിനായിരിക്കും, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്കായിരിക്കും. ഈ ഒരു മൈനർ ഏജൻ്റായിട്ട് നിന്നുകൊണ്ട് എന്തൊക്കെ ഡീലിങ്സ് നടത്തിയാലും മൈനർക്ക് എന്ത് വരുന്നില്ല, ലയബിലിറ്റി വരുന്നില്ല. പകരം പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിക്കോ ആയിരിക്കും. അതായത് പ്രിൻസിപ്പൾ ആയിരിക്കും ആ ഒരു തേർഡ് പാർട്ടിക്ക് എന്തായിട്ടുണ്ടാവുക, ലയബിൾ ആയിട്ടുണ്ടാവുക. ഏജൻ്റ് ആയിട്ടുള്ള നമ്മുടെ മൈനർ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മൈനർ ആസ് എ പാർട്ട്ണർ. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നതും എഗ്രിമെൻ്റ് ഓഫ് പാർട്ട്നേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നതാ, ഫോം ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് തന്നെ മൈനറിന് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, പാർട്ട്ണർഷിപ്പ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇൻകോമ്പറ്റൻ്റ് ആണ്. മൈനറിനെ നമ്മൾ കോൺട്രാക്റ്റിൽ കയറ്റില്ലല്ലോ, എൻ്റർ ചെയ്യാനായിട്ട് മൈനർക്ക് പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും മൈനറിനെ പാർട്ട്ണർഷിപ്പായിട്ട് അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് എന്ത് ചെയ്യില്ല, എൻ്റർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഷുവേർട്ടി ഫോർ എ മൈനർ. അതായത് മൈനർക്ക് പകരം ഒരാൾക്ക് അയാളുടെ ഷുവേർട്ടി ആയിട്ട് നിൽക്കാം. ആ ഷുവേർട്ടി ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, എന്തെങ്കിലുമൊക്കെ ലോൺസോ അതുപോലെ തന്നെ മൈനർ ലയബിൾ ആയിരിക്കില്ല, ലോൺസും കാര്യങ്ങളൊക്കെ പേ ചെയ്യേണ്ടത് ഈ ഒരു ഷുവേർട്ടി ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്ന റൂളാണ് മൈനർ ആസ് ആൻ ഇൻസോൾവെൻറ്റ്. നമുക്ക് ഒരിക്കലും മൈനറിനെ ഇൻസോൾവെൻ്റ് ആണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അയാൾ മൈനർ ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ അയാളുടെ ഡെപ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മൈനോറിറ്റിയുടെ പീരീഡിൽ ഇൻക്വയർ ചെയ്യാം. പക്ഷെ അതൊന്നും
ലയബിൾ അല്ല. ശരിക്കും മൈനർക്ക് എന്താണ് ഡെപ്റ്റും കാര്യങ്ങളും നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല. കാരണം അയാൾ മൈനർ ആയതുകൊണ്ട് തന്നെ അയാൾ ആ ഒരു സമയത്ത് എന്തായിരിക്കില്ല, ലയബിൾ ആയിരിക്കില്ല. പിന്നെ മൈനർക്ക് എന്ത് ചെയ്യാം, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മൈനർക്ക് ഷെയർ ഹോൾഡർ ആവാനായിട്ട് പറ്റില്ല. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലൊന്നും മൈനർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, മെമ്പർ ആവാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഹെറിൻസ് ഒക്കെ ഉണ്ട്, പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് പകരം അയാളുടെ ലോഫുൾ ഗാർഡിയൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, മേജർ ആവുന്നത് വരെ ആ ഒരു രജിസ്റ്റേർഡിൽ ഉണ്ടാവാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ആ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ മെമ്പറായിട്ട് ആർക്കിരിക്കാം, ലോഫുൾ ഗാർഡിയൻ ഇരിക്കാം മൈനർക്ക് പകരം. പിന്നെ ലാസ്റ്റ് നോ സ്പെസിഫിക് പെർഫോമൻസ്, അതായത് ഒരു മൈനറിൻ്റെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ആബ്സലൂട്ട്ലി വോയിഡ് ആണ്, ലീഗൽ റൈറ്റ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോർട്ടിന് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, സ്പെസിഫിക് പെർഫോമൻസ് ഒരു എഗ്രിമെൻറ്റിൽ കൊടുക്കാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മൈനർ എപ്പോഴും ലോ പ്രൊട്ടക്റ്റഡ് ആണ്. മൈനോറിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രൊട്ടക്റ്റീവ് കവർ അല്ലെങ്കിൽ ഷീൽഡാണ് മൈനർക്കുള്ളത്. അപ്പോൾ മൈനറുള്ള കോൺട്രാക്റ്റ് ഒന്നും തന്നെ എന്തല്ല, വോയിഡ് അല്ല. അതുകൊണ്ട് തന്നെ അതിന് എന്തില്ല, ഒരു ലീഗൽ റൈറ്റ്സും അത് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര റൂൾസാണ് ശരിക്കും മൈനറിൻ്റെ കേസിൽ വരുന്നത്. ഇതിൽ എല്ലാ റൂൾസും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, പോയിൻറ്റ്സ് മെയിനായിട്ട് എഴുതുക, ചെറിയൊരു എക്സ്പ്ലനേഷനും കൊടുക്കുക. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെയിൽമെൻറ്റ്സ്. ബെയിൽമെൻറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ബെയിൽമെൻറ്റിനെ 3 ഹെഡിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. 1 വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ബെയിൽമെൻറ്റ്സ്, 2 ഗ്രാറ്റുറ്റീസ് ആൻഡ് നോൺ ഗ്രാറ്റുറ്റീസ്, 3 ബെയിൽമെൻറ്റ് അക്കോർഡിംഗ് ടു ബെനിഫിറ്റ്. ഇങ്ങനെ 3 കൈൻഡ് ഓഫ് ബെയിൽമെൻറ്റ് ആണുള്ളത്. ഏതൊക്കെയാണ്? വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ബെയിൽമെൻറ്റ്സ്, ഗ്രാറ്റുറ്റസ് ആൻഡ് നോൺ ഗ്രാറ്റുറ്റസ്, ബെയിൽമെൻറ്റ്സ് അക്കോർഡിംഗ് ടു ബെനിഫിറ്റ്. വോളണ്ടറി ബെയിൽമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 പാർട്ടീസും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ആ ഒരു ബെയിൽമെൻറ്റ് സ്വയം എക്സ്പ്രസ് ചെയ്ത് സ്വന്തം ഇഷ്ടപ്രകാരം വോളണ്ടറി ആയിട്ട് വരുന്ന ബെയിൽമെൻറ്റ് അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് നടത്തുന്ന ബെയിൽമെൻ്റ് ആണ് വോളണ്ടറി ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇൻവോളണ്ടറി ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ഓപ്പറേഷൻ ഓഫ് ലോ, അതായത് ലോ പറയുന്നത് കൊണ്ട് ചെയ്യേണ്ടി വരുന്ന ബെയിൽമെൻ്റ് ആണ് ഇൻവോളണ്ടറി ബെയിൽമെൻറ്റ്സ് കേട്ടോ. അപ്പോൾ വോളണ്ടറി ഉണ്ട്, ഇൻവോളണ്ടറി ഉണ്ട്. വോളണ്ടറി എന്ന് പറയുമ്പോൾ 2 പാർട്ടീസും സ്വന്തം ഇഷ്ടപ്രകാരം വോളണ്ടറിലി ആയിട്ട് ചെയ്യുന്നതിനെയാണ് വോളണ്ടറി ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഓഫ് ലോ കാരണം ചെയ്യുന്നതാണ് ഇൻവോളണ്ടറി ബെയിൽമെൻറ്റ്സ്. അടുത്തത് ഗ്രാറ്റുറ്റസ് ബെയിൽമെൻറ്റ്. ഗ്രാറ്റുറ്റസ് ബെയിൽമെൻറ്റിൽ എങ്ങനെയാണ്, ബെയിലി ആർക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് വയ്ക്കും, ബെയിലർക്ക് വേണ്ടിയിട്ട് കയ്യിൽ ഗുഡ്സ് വയ്ക്കും, പക്ഷേ ബെയിലിക്ക് പറയത്തക്ക റിവാർഡോ കൺസിഡറേഷനോ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെയുള്ള ബെയിൽമെൻ്റ് ആണ് ഗ്രാറ്റുറ്റസ് ബെയിൽമെൻറ്റ്. ഗ്രാറ്റുറ്റസ് ബെയിൽമെൻറ്റിൽ എങ്ങനെയാണ്, ബെയിലി ബെയിലർക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് കീപ്പ് ചെയ്യും, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, റിവാർഡൊന്നും കിട്ടുന്നില്ല. നോൺ ഗ്രാറ്റുറ്റസ് ബെയിൽമെൻ്റ് ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡറേഷൻ, ബെയിലറും ബെയിലിയും തമ്മിൽ എന്ത് വരുന്നുണ്ട്, കൺസിഡറേഷൻ വരുന്നുണ്ട്, റിവാർഡ് വരുന്നുണ്ട്. അതിനെയാണ് നോൺ ഗ്രാറ്റുറ്റസ് ബെയിൽമെൻ്റ് എന്ന് പറയുന്നത്. 3rd ടൈപ്പാണ് ബെയിൽമെൻറ്റ് അക്കോർഡിംഗ് ടു ബെനിഫിറ്റ് ഓഫ് ബെയിലർ, ബെയിലി, ബെയിലർ ആൻഡ് ബെയിലി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ ബെയിലർക്കായിരിക്കും ബെയിൽമെൻറ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കുക, സെക്കൻഡ് കേസിൽ ബെയിലിക്കായിരിക്കും, 3rd കേസിൽ ബെയിലർക്കും ബെയിലിക്കും കിട്ടുന്നുണ്ടായിരിക്കും. കൂടുതലും നമ്മൾ ബെയിലർക്കും ബെയിലിക്കും കിട്ടുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ബെയിൽമെൻ്റ് ആണ് എടുക്കുക. കാരണം അവിടെ അതാണ് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത്, 2 പേർക്കും മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലാണ് നമ്മുടെ ബെയിൽമെൻറ്റ് വരുന്നത്. വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ബെയിൽമെൻറ്റ്സ്, ഗ്രാറ്റുറ്റസ് ആൻഡ് നോൺ ഗ്രാറ്റുറ്റസ് ബെയിൽമെൻറ്റ്സ് അക്കോർഡിംഗ് ടു ബെനിഫിറ്റ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മിയർ സൈലൻസ് ഇസ് നോട്ട് എ ഫ്രോഡ്, ഗീവ് എക്സംഷൻസ്. അതായത് നമ്മൾ ഫ്രോഡിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, സൈലൻ്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എന്തല്ല, ഫ്രോഡല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിയർ സൈലൻസ് ഫ്രോഡല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില കേസസിൽ സൈലൻസ് എന്താണ്, ഫ്രോഡാണ്. അത് ഏതൊക്കെ കേസസിലാണ്? ഡ്യൂട്ടി ടു സ്പീക്ക്, അതായത് ഒരു പാർട്ടിക്ക് മറ്റേ പാർട്ടിയുടെ മേലെ നല്ല രീതിയിൽ ട്രസ്റ്റും കോൺഫിഡൻസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ പാർട്ടി, അതായത് അവിടെ അതർ പാർട്ടി സ്പീക്ക് ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടി അയാൾക്കുണ്ട്, പക്ഷെ അയാൾ സ്പീക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഫ്രോഡാണ്. അപ്പോൾ ഫസ്റ്റ്
കേസ് ഡ്യൂട്ടി ടു സ്പീക്ക് ആണ്. സെക്കൻഡ് കേസ് സൈലൻസ് ഇസ് ഫ്രോഡ് വെൻ സൈലൻസ് ഇസ് ഇക്വലൻ ടു സ്പീച്ച്. അതായത് ഓൾറെഡി ആ ഒരു പേഴ്സൺ അറിയാം അയാൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് തെറ്റാണ്, സൈലൻ്റ് ആയിട്ട് ഇരിക്കരുത്, അയാൾ സ്പീക്ക് ചെയ്യണം എന്ന് അയാൾക്കറിയാം. പക്ഷെ അയാൾ മനഃപൂർവ്വം എന്ത് ചെയ്യാണ്, സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഫ്രോഡാണെന്നാണ് പറയുന്നത്. തേർഡ് വൺ, ഹാഫ് ട്രൂത്ത് എമൗണ്ട് ടു ഫ്രോഡ്. പകുതി കാര്യങ്ങൾ അയാൾ ഓൾറെഡി ഡിസ്ക്ലോസ് ചെയ്തു, ട്രൂത്ത് പറഞ്ഞു, ബാക്കി പകുതി മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്, ഫ്രോഡ് തന്നെയാണ്. അതാണ് ഹാഫ് ട്രൂത്ത് എമൗണ്ട് ടു ഫ്രോഡ്. ലാസ്റ്റ് ആണ് കോൺട്രാക്ട് ഓഫ് ആബ്സല്യൂട്ട് ഗുഡ് ഫെയ്ത്ത്. കുറച്ച് ഗുഡ് ഫെയ്ത്ത് വരേണ്ട കോൺട്രാക്റ്റുകളുണ്ട്. ആ കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യാണ്, സൈലൻസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയാണ്, ഇൻഷുറൻസ്, കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, പിന്നെ ഷെയർ അലോട്ട്മെൻറ്റ് ഇൻ കമ്പനീസ്, ഫാമിലി ഡിസ്പ്യൂട്ട്, കോൺട്രാക്ട് ഓഫ് മാരേജ്, പാർട്ട്ണർഷിപ്പ് കോൺട്രാക്റ്റ്, ഗ്യാരണ്ടി കോൺട്രാക്റ്റ്, കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്, ഇതൊക്കെ കോൺട്രാക്ട് ഓഫ് ആബ്സല്യൂട്ട് ഗുഡ് ഫെയ്ത്ത് ആണ്. ഈ കോൺട്രാക്റ്റിൻ്റെ കേസസിലൊക്കെ തന്നെയും ഈ ഒരു സൈലൻ്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഫ്രോഡാണ്. സൈലൻസ് വന്നാൽ ഇവിടെ ഫ്രോഡാണ്. കാരണം ഇവിടെ എല്ലാം തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, സ്പീക്ക്, ട്രൂത്ത് സ്പീക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് എന്ത് തന്നെയാണ്, ഫ്രോഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ കേസസ് ആണ്, ഡ്യൂട്ടി ടു സ്പീക്ക്, ഒരു പാർട്ടിക്ക് മറ്റേ പാർട്ടിയുടെ മേൽ കംപ്ലീറ്റ് ട്രൂത്തും ട്രസ്റ്റും കോൺഫിഡൻസും ഒക്കെ ഉണ്ട്, പക്ഷെ അതർ പാർട്ടി മിണ്ടുന്നില്ല, സൈലൻ്റ് ആണെങ്കിൽ അത് ഫ്രോഡാണ്. അതുപോലെ തന്നെ ഈക്വലൻ ടു സ്പീച്ച്, ചില സമയങ്ങളിൽ സൈലൻസ് എന്ന് പറയുന്നത് ഈക്വലൻ ടു സ്പീച്ചാണ്. അതുപോലെ തന്നെ ഹാഫ് ട്രൂത്ത്, പകുതി ഡിസ്ക്ലോസ് ചെയ്തു, പകുതി ഡിസ്ക്ലോസ് ചെയ്യാതെ മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയാണെങ്കിൽ അത് എന്താണ്, ഫ്രോഡാണ്. അതുപോലെ തന്നെ ആബ്സല്യൂട്ട് ഗുഡ് ഫെയ്ത്തിൻ്റെ കോൺട്രാക്റ്റുകളുടെ കേസസിൽ എന്ത് ചെയ്യരുത്, സൈലൻ്റ് ആയിട്ട് ഇരിക്കരുത്, സൈലൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഫ്രോഡായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കേസസിലാണ് സൈലൻസ് ആയാണെങ്കിലും എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ ഫ്രോഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഓക്കെ ആണ്, ക്ലിയർ ആയി. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം കേട്ടോ. ഇതിന് നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കുക.